ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇമ്മാ യകൂന ഒന്നുകിൽ മജാസ് ആയിരിക്കും ഫിൽ ഇസ്നാദി, ഇസ്നാദ് ചെയ്തോടത്താണ് ഈ കാര്യം അങ്ങനെ ചേർത്തോടത്ത്. അപ്പം അങ്ങോട്ട് ചേർക്കേണ്ട ഇങ്ങോട്ട് ചേർത്തു, റൂട്ട് മാറിപ്പോയി. ആ വഹുവ. ഇനി ഇടക്കൊന്ന് പറയട്ടെ, എന്താണ് ഈ ഇസ്നാദ് പറഞ്ഞാൽ? ലമ്മു കലിമത്തിൻ ഇല ഉഖറ. അതിൻ്റെ അടിയിൽ ഹുക്കുമുണ്ട് കേട്ടോ, ഞാൻ കാണാതെ നിന്നല്ല. ഒരു കലിമത്തിനെ മറ്റൊരു കലിമത്തേക്ക് ചേർക്കുന്നതിന് പേരാണെന്ത്? ഇസ്നാദ്. ഖാമ സെയ്ദുൻ. അപ്പം ഖിയാമിൽ ആരിലേക്ക് ചേർത്തി? സെയ്ദിലേക്ക് ചേർത്തി. മാത്ത അംറുൻ, ഇപ്പം മരിക്കുക എന്നുള്ള ഫീലിലേക്ക് ചേർത്തി, അംറിലേക്ക് ചേർത്തി. ഇങ്ങനെ ഒരു കലിമറ്റ് മറ്റേ കലിമത്ത് ചേർക്കുന്നതിൻ്റെ പേരാണെന്ത്? ഇസ്നാദ്. പക്ഷേ ഈ ചേർക്കപ്പെടുന്ന കലിമത്ത് എന്തായിക്കോളന്നില്ല, കലിമത്ത് തന്നെ ആയിക്കോളന്നില്ല. വല ഹുക്കുമൻ, അത് ഹുക്കുമ കലിമത്താണെങ്കിലും ശരി, ജുംല പെടാൻ മാറ്റിക്കാണ് അങ്ങനെ കാട്ടുന്നതാ. ഈ എങ്ങനെ ചേർത്തി? അല വജിഹി യുഫീദു, അർത്ഥത്തെ ഫലം ജയിപ്പിക്കുന്ന വജീഹിൻ്റെ മേലിൽ. അഥവാ അതാണ് കലാമ താമാവണം. ഇതിനേക്കാൾ ചേർത്തുമ്പോൾ അർത്ഥം പൂർത്തിയാവണം, കേൾക്കണൊക്കെ എന്തെന്ന് മനസ്സിലാവണം, ആ നിലക്ക് ചേർത്തുക. ഇപ്പോൾ കൗലിന വല ഹുക്കുമൻ, ഈ വല ഹുക്കുമൻ എന്തിനപ്പുറത്ത് കൂട്ടിയെന്നാ ചർച്ച. അതെന്തിനാണെന്നറിയാം. അതിൽ ഇത് ഹാലിമ ഒരു ജുംലിയും കൂടി പെടാൻ വേണ്ടിയിട്ട്, ഒന്നും പെടാൻ വേണ്ടിയിട്ടാണ് ഈ അതുപോലെ ഒരു കലിമത്ത് ഈ കലിമത്തോട് ദൈവം ചെയ്യപ്പെടുന്ന. ശരിക്കും ഒറ്റയ്ക്ക് നോക്കിയാൽ കലിമത്തല്ല, അതിന് കലിമത്താക്കിങ്ങാണ് നമ്മൾ ന്യായീകരിച്ചുണ്ടാക്കാൻ വയ്ക്കും. അങ്ങനത്തെ കൂടി പെടാൻ വേണ്ടിക്കാട്ടാ വല ഹുക്കുമെന്ന് പറഞ്ഞത്. വല ജുംലത്തന്നെ ജുംലയാണെങ്കിലും ശരി. ഉദാഹരണം പറഞ്ഞുതരാം. സെയ്ദുൻ കാമ അബൂഹു പറയും പോലെ, ചില ഇതാൽ കായിമിൻ അബൂഹു എന്നുണ്ട്, തെറ്റിയാണ് കാമാബൂഹു ആക്കണം. സെയ്ദാകുന്നത് കാമാബൂഹു. ഇവിടെ കാമാബൂഹു എന്ന് പറഞ്ഞാൽ കാമ ഒരു ഫീല് മാളിയാണ്, അബു ഒരു ഫായിലുമാണ്. ഈ ജുംലിയാണ് അതിൻ്റെ ഖബർ, സെയ്ദുൻ എന്ന മുത്താൻ്റെ ഖബർ. അപ്പോൾ ഈ കാമാബൂഹു എന്ന് പറയുന്ന ജുംലനെ നമ്മളേക്ക് ചേർത്തിയിരിക്കുന്നത്, സെയ്ദിലേക്ക് ചേർത്തി. രണ്ട് ചേർക്കലുണ്ട് ഇവിടെ. ഒന്ന് കാമന അബൂക്ക് ചേർത്തുക, കാമാബു എന്നുള്ള ജുംലനെ ഈ ചേർത്തിയിരിക്കുന്നത് സെയ്ദിക്ക് അങ്ങോട്ടും ചേർത്തിയത്. അപ്പോൾ ഈ രണ്ടാമത്തെ ചേർക്കലുണ്ടല്ലോ, ജുംലനെ ചേർത്തിയത്. അപ്പം ഒരു ചോദ്യം വരും, നിങ്ങൾ പറഞ്ഞത് ഇസ്നാദ് പറഞ്ഞാൽ കലിമത്തിലേക്ക് ചേർക്കലാണ്, കാരണം ഇത് കലിമത്തല്ലല്ലോ എന്ന് ചോദിക്കും. അതിനാണ് ഇപ്പോൾ പറഞ്ഞത് വല ഹുക്കുമൻ. അത് ഒറ്റടിക്ക് കലിമത്തായിക്കൊള്ളൊന്നുമില്ല, എന്താക്കി മാറ്റാൻ പറഞ്ഞാൽ മതി, ജുംലയാക്കാൻ, ജുംലനെ കലിമത്താക്കിയാണ് ന്യായീകരിക്കാൻ കഴിഞ്ഞാലും മതി. അപ്പം എങ്ങനെയാണോ സെയ്ദാവുന്നത് ഖായിമുൻ അബൂഹു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കലിമത്താവും ചെയ്യും. പിന്നെ ഇമ്മാ യകൂന ഫിൽ കലിമത്തി, ഒന്നുകിൽ മജാസ് കലിമത്തിലായിരിക്കും. രണ്ടാമത്തത് ഒന്ന് കഴിഞ്ഞ് ഇസ്നാദ്, രണ്ടാമത്തെ കലിമത്തിൽ. വഹിയ, ഈ കലിമത്ത് എന്നാൽ കൗലുൻ മുഫ്രദുൻ, ഒറ്റ വേർഡ്. അതിനാണിത് അറിയാം, കലിമത്ത് അറിയാം. മുഫ്രദൻ കഴിയും. ഇസ്മൻ കാനത്ത് ഔ ഫീലൻ ഔ ഹർഫൻ. ഇത്രേ ഉള്ളൂ. നഹ്വിങ്ങൾ ആകെ തപ്പിയിട്ട് ഏതേ കണ്ടിട്ടുള്ളൂ? 3 കലിമത്തെ കണ്ടിട്ടുള്ളൂ. ലാ റാബിയ ലഹ എന്നല്ലേ ഖത്രത്തിലൊക്കെ പറഞ്ഞ്. ഒയിമായക്കൂന ഫിൽ മുറക്കബി, ചെറു മുറക്കബിലാണ് ഈ കാര്യം. യൈനിൽ ഇസ്നാദിയ, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്നാദിയ മുറക്കബാട്ടോ, അല്ലാതെ ഏതല്ല മസ്ജിയ മുറക്കബല്ല, മാരി കരീബ ബാലബക്ക പോലുള്ളതല്ല, സീബോയി എന്നൊക്കെ ആ മുറക്കബല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെയോ, പിന്നെ മുലാഫിലേക്ക് കയറുന്നതിന് അവിടെ ഉണ്ടല്ലോ ഒരു തെർക്കീബ്, ഇലാഫിയ തെർക്കീബ് ഉണ്ടല്ലോ. ഉലാമു സൈദീൻ, കിതാബു അംദീൻ, നിങ്ങൾ പറയില്ലേ, അതൊരു ഡിസൈനർ തെർക്കീബ് ചെയ്യുന്നുണ്ട്. ആ തെർക്കീബും അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇലാഫിയ തെർക്കീബും അല്ല, മസ്ജിയ മുറക്കബും എന്നല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ഇസ്നാദിയായ മുറക്കബ്. ഇപ്പം പിന്നെ ഒന്നായിട്ട് ഒരു ജുംലഡ് പറഞ്ഞു, ഇങ്ങോട്ട് തന്നെ എന്തുദ്ദേശിച്ചു? അതിന് നേരെ വേറെ ഓട് വേറെ മാന ഉദ്ദേശിച്ചു. ഒരാൾ പറയാ ഇന്നി മൊഹിത്താജുന്ന, എനിക്ക് ആവശ്യമുണ്ട് എന്നാ അതിന് ഓന് ഒരാളെ മുമ്പിൽ പറയാനുള്ളത്. അതിന് ഇവൻ വന്ന് ചെന്ന് പറയണത് ഇന്നി മൊഹിത്താജുന്നല്ല, പോയി അവിടെ പോയി പറയണത്, ഇവൻ്റെ മുമ്പിൽ പറയണത് നിങ്ങൾ നല്ല സ്വതൊക്കെ ചെയ്യുന്ന ആളാന്ന് കേട്ടുകണ്, എനിക്ക് തരണം എന്നയാൾ പറഞ്ഞില്ല, എനിക്ക് ആവശ്യമുണ്ടെന്നും പറഞ്ഞില്ല. പക്ഷെ ഇയാൾ ആ പറഞ്ഞതിൻ്റെ നിങ്ങൾ വല്ല സ്വതൊക്കെ ചെയ്യുന്ന ആളാന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് എന്തിനാണ്? എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ജുംലക്ക് അയാൾ വേറെ മാനം എന്ത് ചെയ്യണേ? വെക്കണം. മനസ്സിലായില്ലേ? ഫൽ മജാസ് വിരിഞ്ഞ് തലക്കെന്ന് തുടങ്ങാം. അപ്പം 3 സൈസ് ഏതുണ്ട്? മജാസ് ഉണ്ട്. ഇനി തലക്കെന്ന് തുടങ്ങാം.
ഫുൽ മജാദു ബിൽ ഇസ്നാദി ഇസ്നാദിൽ മജാസാവുന്നത് ഖബരിയൻ കാന ഇൻഷായിയൻ ഈ ഈ ഖബരി ആവട്ടെ ഇൻഷായി ആവട്ടെ. ഖബറും ഇൻഷാവും ഒക്കെ ഇൻഷാ അള്ളാഹ് നമുക്ക് മന്തിക്കിൻ്റെ കിതാബിൽ നിന്ന് കുറച്ചൊക്കെ പഠിച്ചു ചെയ്തിട്ട് ഞാൻ ശരിക്കും പഠിച്ചും ചെയ്യാം. ഖബറും ഇൻഷാവും നിൽക്കട്ടെ. പിന്നെ ലർബ സെയ്ദുൻ അമ്പാത്ത അംബ്രുൻ അതൊക്കെ പറഞ്ഞാൽ എന്താണ് ഖബരിയാണ്. അതേസമയത്ത് അള്ളാഹു മർഹംനി പോലത്തെ ഒക്കെ എന്താണ് ഇൻഷായിയാണ്. ഏത് ജുംലയാവട്ടെ ഇസ്നാദിൽ മജാസ് ഉണ്ടാവും. ഹുവാ ആ മജാസ് എന്നത് ഇസ്നാദുൽ ഫീലിയാവോ ഇസ്നാദു മാഫി മാനാഹോ ഫീലിനെയോ ഫീല മാനാക്കുള്ളതിനെയോ ചേർക്കലാണ്. ഏത് മാനായി മായനൽ അസ്ലി മായനൽ ഫീലിൽ അസ്ലി ഫീലിൻ്റെ അസ്ലിയായ മാന. ഫീൽ രണ്ട് മാനുണ്ട്, ഹദസും സമാനും. ഹദസും സമാനും റബ എന്ന് പറഞ്ഞാൽ രണ്ട് മാനുണ്ട് അവിടെ. അടിച്ച് കഴിഞ്ഞിന് എന്നുള്ളൊരു സമാനും അവിടെ ഉണ്ട്. ഇതാ ഇതാ അപ്പോൾ അടി എന്നുള്ളൊരു ഹദസും അവിടെ ഉണ്ട്. അതോടുകൂടെ തന്നെ ഏതുണ്ട് പിന്നെ കഴിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ എന്നുള്ളൊരു സമാനും കൂടി അവിടെ ഉണ്ട്. ഫീലിൽ ഇസ്മിൽ ഏതുണ്ടാവില്ല, സമാൻ ഉണ്ടാവില്ല. ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ഒരു സംഗതി മാത്രമേ ഉണ്ടാവുള്ളൂ. സമാനും കൂടി ഉണ്ടാവും അതിൽ ഫീലാവുമ്പോൾ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫീലിൻ്റെ രണ്ട് മാനയിൽ നിന്ന് അസ്ലിയായ മാന ഏതാണ്? വഹുവൽ ഹദസു, ആ ഹദസാണ്. അപ്പോൾ അസ്ലിയായ മാനയാവുന്ന ഹദസ് ഉള്ളതൊക്കെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് വിട്ടു? ഇസ്മഫായിലും വിട്ടു, ഇസ്മഫൂലും വിട്ടു, മസ്തർ വിട്ടു, ഒക്കെ വിട്ടു. ലിയന്നഹു കാരണം ഹദസാവുന്ന ഹുവാ അത് അല്ലതി അതൊന്നാണ്. ദല്ലലൈഹി അതിൻ്റെ മേൽ അറിയിച്ചിരിക്കുന്നു. ജൗഹറുൽ ലഫ്ലി ലഫ്ലിൻ്റെ മേനി അറിയിച്ചിരിക്കുന്നു. ല റബ എന്ന ഫീലിൻ്റെ ലാരിബ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ മേനി അറിയിക്കുന്നത് അടിയാണ്. അതേ സ്ഥലത്തിൽ യദ്രിബു എന്ന് പറയുമ്പോൾ രൂപമാണ് എന്തിനറിയിക്കുന്നത്? അടിഞ്ഞു വരാൻ പോകണുള്ളൂ. ലറബ എന്നുള്ളതിന് രൂപമാണ് അറിയിക്കുന്നത് കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ രൂപം ഇങ്ങനെ അങ്ങോട്ട് എന്ത് മാറ്റി തരുന്നത് നമുക്ക് കഴിഞ്ഞു പോയിനോ വരാൻ പോകണോ എന്ന് അറിയിച്ചു തരുന്നത്. പക്ഷേ ലാദു റാവു ബാവു എന്നറിയുന്ന ആ മേനി അറിയിക്കുന്നത് ഏതാണ്? നിർബ അടിയല്ലേ. ദൂന സമാനി സമാനെ കൂടാതെ വദാലിക്കവിടെ ഫീലിൻ്റെ മാനിയുള്ള ഒന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതുപോലെയാണ്? മസ്തർ പോലെ, ഇസ്ഫായിൽ പോലെ, ഇസ്മഫൂൽ പോലെ, സിത്തഷ് പോലെ, ഇസ്മഫീൽ പോലെ, ലർഫ് പോലെ, ജാർമജറു പോലെ, ഇതൊക്കെ ഏതാണ്? ഫീലിൻ്റെ മാനാക്കുള്ളതാണ്. അപ്പോൾ ഫീലിൻ്റെ മാനാക്കുള്ളതിനെയോ ചേർക്കലാണ് എങ്ങോട്ട്? ഇലാ വൈരിമാ ഇലാ വൈരി ഷൈഇൻ ഒരു വസ്തു അല്ലാത്തതിലേക്ക്. ഇനി ഹുവ എന്നുള്ള മീർ മൗസൂലിക്ക് മടക്കരുത് നോക്കുക. ഹുവ അതാവുന്ന അത് കാരണം അൽ ഫീലോ ഫിമാനാവും ഫീലമാനാക്കുള്ളതും ലഹു ഇതാണ് എനിക്ക് മടക്കുന്നത്. മൗസൂലിക്ക് മായിലേക്ക് പറയുന്നത് ലഹു എന്ന് പറഞ്ഞാൽ ഇലിദാലിക്ക് ഷൈ ആ ഷൈനിക്കുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ പാലം നിർമ്മിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ തൊഴിലാളിക്കുള്ളതാണ്. പക്ഷേ അതാ ഏക്കച്ചുകൊണ്ട് ചേർത്തിയത് MLA പാലുണ്ടാക്കി എന്ന് പറഞ്ഞു. ഇപ്പോൾ MLA പിടിച്ച് ഫായിലാക്കി. യഥാർത്ഥ ഫായിലാരാണ്? പണിക്കാരാണ്. അപ്പോൾ ഈ അമലത്ത് തൊഴിലാളികൾ എന്ന് പറയുന്ന യഥാർത്ഥ ഫായിൽ ഈ പ്രവർത്തി യഥാർത്ഥത്തിൽ ആർക്കുള്ളതാണോ അങ്ങനത്തെ ഒന്നും അല്ലാത്തതിലേക്ക് ചേർക്കലാണ്. ഇല വൈരിമാ ഒരു അല്ലാത്തതിലേക്ക് ഹക്കുഹു ഈ ഫീലമാനാക്കളെ ഹക്കാവുന്നത് യുസ്നദായിന് ചേർക്കപ്പെടലാണ്. ലഹു ആ ഒന്നിലേക്ക് അങ്ങനത്തെ ഒന്നല്ലാത്തതിലേക്ക് ചേർക്കലാണ്. എന്തിനാ അങ്ങനെ വേർത്തോണ്ട് ചേർത്തിയത്? ലാഭത്തിന് അതിനോടും ബന്ധമുണ്ട്. അങ്ങോട്ട് ബന്ധമുള്ള മാതിരി ഇങ്ങോട്ടും ബന്ധമുണ്ട്. MLA-നോടും ഈ പാലുണ്ടാക്കലിന് ബന്ധമുണ്ട്. ഈ ജോലിക്കാരോടും ബന്ധമുണ്ട്. നോക്കുക അതിൽ മുലാബസത്തിൻ മുതാലിക്കുൻ ഈ ലാം ബന്ധിച്ചതാണ്. ഇസ്നാദു ഇസ്നാദൂനോട് ബന്ധിച്ച അവിടെ ഇസ്നാദുൽ ഫീലിയാവും മാഫിയാനാവുമല്ലേ. ഇസ്നാദൂനോട് അതിൻ്റെ മുത്താലക്ക് ലാമിൻ്റെ മുത്തല്ലക്ക് ഐസനാദു മാതുക്കറ മേൽ പറയപ്പെട്ട ഫീലമാനാക്കളെ ചേർക്കലാണ്. ഈ അജിൽ മുലാബസത്തിൻ ഐ താലുക്കിൻ ബന്ധം ഉണ്ടായതിന് വേണ്ടി ചേർക്കലാണ്. അപ്പോൾ MLA-ക്ക് എന്തോ ഒരു ബന്ധം അവിടെ ഉണ്ട് ഈ പാല നിർമ്മാണവുമായി ഉണ്ട്. അതുകൊണ്ടാണ് MLA പാലുണ്ടാക്കിയായിരുന്നു. അല്ലാതെ MLA വന്നുകാണ്ട് അവിടെ എന്ത് ചെയ്തേക്കല്ല പാലുണ്ടാക്കിയേക്കല്ല. അപ്പോൾ പാലം MLA നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ അവിടെ എന്തോ എന്തുണ്ട് ഒരു ബന്ധം ഉണ്ട്. എന്താണ് ആ ബന്ധം? വായിച്ച് ബൈനൽ മുസ്നദി ഈ ചേർക്കപ്പെട്ട ഈ ഫീലിൻ്റെ ഇടയിലും ദാലിക്കൽ ഹൊയ്ർ ഈ ഹൊയ്റാകുന്ന MLA-ൻ്റെ ഇടയിൽ എന്തുണ്ട്? ഹൊയ്റ ഏതാ? നമ്മൾ മിസാലിൽ MLA അല്ലേ. അല്ലദീ ഉസ്നിദ ഇലൈഹി അതിലേക്കാണ് ഇപ്പോൾ ചേർക്കപ്പെട്ടത്. ഇപ്പോൾ ചേർക്കപ്പെട്ട ഡ്യൂപ്ലിഫായിലില്ലേ, ആ ഡ്യൂപ്ലിഫായിലിൻ്റെയും ഈ പാല നിർമ്മാണത്തിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഒരു ബന്ധമുണ്ട്. പിന്നെ യുഷാബിഹു ആ ബന്ധം തുല്യമാകും. ആരോട് തുല്യമാകും? താല്ലുക്കഹു ബി മാഹുവലഹു യഥാർത്ഥ ഫായിലിനോടുള്ള ബന്ധം ഈ ഫീലിനുള്ള ബന്ധം പോലെ. താല്ലുക്കഹു ഈ ഫീലിൻ്റെ ബന്ധം പോലെ. ആരുള്ള ബന്ധം പോലെ? ബി മാഹുവലഹു
യഥാർത്ഥ മാഹുലഹു മാഹുലഹു എന്ന് അങ്ങനെ പറയുള്ളൂ കേട്ടോ. യഥാർത്ഥ ഫായിൽ മാഹുലഹു എന്നേ പറയുള്ളൂ. വൈറുമാ ലഹു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഫായിലല്ല, അങ്ങനെ പറയുള്ളൂ. ഹു വ ലഹു എന്നൊക്കെ നിങ്ങൾ മടക്കി ഒപ്പിച്ചാൽ മതി. മാഹുലഹു മാഹുലഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ഫായിൽ ഏതാ? തൊഴിലാളികളല്ലേ. അപ്പോൾ തൊഴിലാളികളോട് ഈ പാല നിർമ്മാണത്തിലുള്ളൊരു ബന്ധമുണ്ടല്ലോ, ആ ബന്ധം പോനോട് തുല്യമാവുന്നൊരു ബന്ധന്മാരോടും ഉണ്ട്, ഈ MLനോടും ഉണ്ട്. പിന്നെ ഏത് വിഷയത്തിലാണ് ആ ബന്ധം? ഫി മുതാലിക്ക് താലിക്ക് ഒക്കെ ഉണ്ടോ, ബന്ധിച്ചിട്ടുണ്ട് എന്നുള്ള വിഷയത്തിൽ മാത്രം ബന്ധം. ആ ബന്ധം പലതുമാകാം. ശേഷം പറയുന്നുണ്ട് സമാനാകാം, മക്കാനാകാം, കാരണക്കാരനാകാം, പലതും ഇനി വരുന്നുണ്ട്. സബബാകാം, സമാനാകാം, മക്കല്ലേ ഇപ്പോൾ വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞു ഫൂലാകാം എന്നുള്ള ബന്ധം. ആ മൊത്തം നമ്മൾ ഓതിപ്പോയിന്. വദാലിക്കൽ ഗൈരി, ഈ ഒയറിൻ്റെ ഇടയിൽ ബന്ധമുണ്ട്. ഈ ചേർക്കപ്പെട്ട ഈ പാൽ നിർമ്മാണത്തിൻ്റെ ഇടയിലും ഈ ഒയറാവുന്ന അമലിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഒരു ബന്ധമുണ്ട്. അല്ലത് യൂസിനതിലേഹി പെരുമാറി, നമ്മൾ പെരുമാറി വായിച്ചില്ല. യൈനി, പെരുമാറിയാണ് യൈനി. ആ മുസന്നിഫ് ഉദ്ദേശിക്കുന്നത് യൈനി മുസ്ലിം ഉദ്ദേശിക്കുന്നു അന്നൽ ഫീല ഔമാഫി മാനാവു. ഇതുവരെ പറഞ്ഞതിന് ആകത്തുക ഫീലും ഫീല മാനാക്കുള്ളതും എങ്ങനെയുള്ള ഫീലും ഫീലാക്കുള്ളതുമാണ്. അൽ മബ്നിയലിൽ ഫായിലെടുക്കപ്പെട്ട എന്നാലും മഅറൂഫായ ഒരു മഅറൂഫായ ഫീലും ഫീല മാനാവ ഇസ്ഫായിൽ പോലെ തന്നെയൊക്കെ ആവുന്നത്. ഹക്കുഹു, അതിൻ്റെ യഥാർത്ഥ ബാധ്യത അയ്യുസ്നത, അതിന് ചേർക്കപ്പെടലാണ്. അതിൻ്റെ അവകാശം നടത്തും ഒക്കെ ഹക്കിനിട്ട് അതിൻ്റെ അവകാശം അതിന് ചേർക്കപ്പെടണമെന്നാണ് ഇരൽ ഫായിലി, യഥാർത്ഥ ഫായിലേക്ക്. അപ്പോൾ ശരിക്കും പറയേണ്ടത് എങ്ങനെയാണ്? തൊഴിലാളി പാലുണ്ടാക്കിയെന്നാ പറയേണ്ടത്. നീ പറഞ്ഞോട്ടെ കേട്ടോ, പറഞ്ഞത് സ്റ്റെപ്പ് ഇടുകയാണ് ഇതൊക്കെ. അല്ലതി യാതൊന്നായ ഫായില് കാമ ബിഹിൽ ഫീലു, ഈ പ്രവർത്തനം ആ ആളിലാണ് നിന്നത്. തൊഴിലാളിയല്ലേ പാലുണ്ടാക്കിയേ. വത്തസഫ ഹുവ ബിഹി, ഈ ഫായില് ആ പ്രവർത്തനം വിശ്വസിച്ചിട്ടുണ്ട്. പ്രാണം ഞാൻ നിർമ്മിച്ചു എന്ന് ആർക്ക് പറയാൻ അവകാശമുണ്ട്? ആ പണിക്കാരന് അവകാശമുണ്ട്. അങ്ങനെയുള്ളതായ ലി കൗനിഹി മുലാബിസൻ ലഹു, കാരണം ഈ പ്രവർത്തി മൂപ്പരാണ് ബന്ധിച്ചിരിക്കുന്നത്. മൂപ്പരല്ലേ പാലുണ്ടാക്കി ബന്ധിച്ചതാണ്. യകൂനു ഇസ്നാദു ദാലിക്കൽ ഫീലി, ആ ഫീലിന് ചേർക്കല്ലാകും ലി ദാലിക്കൽ ഗൈരി. പെരുമാറി എന്നാ വായിച്ച് ഇന്ദൽ മുത്തകല്ലിമീനാലെ വത്തസഫ ബിഹി ഇന്ദൽ മുത്തകല്ലിമീന പെരുമാറിയ വത്തസഫ ഹുവ, ഈ യഥാർത്ഥ ഫായിൽ വിഷയം ശ്രദ്ധിച്ചിരിക്കുന്നു ബിഹി, ആ പ്രവർത്തനം കൊണ്ട് ഇന്ദൽ മുത്തകല്ലിമി, പറയുന്നവൻ്റെ അഭിപ്രായത്തിൽ പറയുന്നവൻ എന്താ നോക്കണം. ഞാനാണ് പറയണമെങ്കിൽ എൻ്റെ വിശ്വാസപ്രകാരം ഞാൻ അങ്ങോട്ടും MLA പാലുണ്ടാക്കി എന്ന് പറയണത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ യഥാർത്ഥ ഫായിൽ ആരാണ്? ആ പണിക്കാരനാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഞാൻ പറഞ്ഞ എന്താ നിങ്ങളോട്? MLA ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. അപ്പം ഈ മുത്തകല്ലിമിൻ്റെ അടുക്കൽ യഥാർത്ഥ ഫായിൽ ഏതാണോ വായിച്ച് അപ്പം ഫില്ലാഹിരി, അവൻ തന്നെ പ്രത്യക്ഷത്തിൽ നമ്മൾ ഇന്നെ കണ്ടാൽ ഞാൻ വിശ്വസിച്ചുക, എൻ്റെ എന്ത് വിശ്വാസക്കാരനാണ് എന്ന് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കേൾക്കണോന് മനസ്സിലാക്കിയിരിക്കണം. ആ പ്രത്യക്ഷത്തിൽ മുത്തക്കല്ലിമിൻ്റെ അടുത്തിൽ യഥാർത്ഥ ഫായിൽ ഏതാണോ അതിലേക്ക് ചേർക്കണമെന്നാണ് ഹക്ക് ഫൈദാവുസിനിത. അപ്പം ഇനി ഫീന് ചേർക്കപ്പെട്ടാൽ ഇല വൈരിൽ ഫായിലി, ഈ യഥാർത്ഥ ഫായിൽ അല്ലാത്ത മറ്റൊന്നിലും വല്ലതിനും ചേർക്കപ്പെട്ടാൽ, ഈ അല്ലാത്ത എന്തിനാൽ ഇനി മഫൂലിയും ചിലപ്പോൾ മഫൂലിലേക്കാണ് ഇക്കാരം, ഔ മസ്തറിലേക്കാണ് ഇക്കാരം, ഔ ദർഫിൻ അല്ലി ദർഫാണ് ഇക്കാരം, അതിനൊക്കെ ചേർത്തിയാൽ സീമ റമളാനു പറഞ്ഞു അല്ലെ സാമ റമളാനു, റമളാൻ മാസം നോമ്പ് പറ്റുമോ? റമളാൻ അങ്ങ് നോമ്പ് വിൽക്കും, മനുഷ്യന്മാരല്ല നോമ്പ് വിൽക്കൽ. അങ്ങനെ ലർഫ് മസ്തർ പിന്നെ മഫൂല് ഈ ജാതിനൊക്കെ പിടിച്ചാണ്ട് ഫായിലാക്കിയാൽ എന്തിനെ അയ്യതിനെ പിടിച്ച് ഫായിലാക്കിയത്? ലി കൗനി ഹുലാബിസല്ലഹു, ആയിക്കോണം എന്തോ ബന്ധമുണ്ടല്ലോ അത്. റംലാനിൽ നോമ്പ് പറ്റുക അറിയുമ്പം റംലാനല്ല നോമ്പ് പറ്റത്, റംലാനിൽ വ്യക്തി നോമ്പ് പറ്റുകയല്ലേ. അങ്ങനെയൊക്കെ അങ്ങ് ആയിക്കഴിഞ്ഞാൽ യക്കൂനു ഇസ്നാദു ദാലിക്കൽ ഫീലി, ഈ ഫീലിനെ ചേർക്കൽ ആകും. ലി ദാലിക്കൽ ഗൈരി, ഈ ഗൈറിലേക്ക് മറ്റൊന്നിലേക്ക് ചേർക്കൽ ആകും. ലിൽ മുലാവസത്തി, ബന്ധനത്തിന് വേണ്ടിയുള്ള ചേർക്കൽ ആകും. മജാസാകും. എന്താ പറയുക? നല്ലോണം വിവരിച്ചു വന്നു, വിവരിച്ച് ഏറിയെന്ന് തോന്നുക. ഇയാളെ പറച്ചിലേ പരൽ കുറച്ച് ഓവറായി തോന്നുന്നുണ്ടല്ലേ. വക്കതായി പ്രകാരം തന്നെ ഇനി ഫീൽ മജൂലായല്ലോ എന്ന് വെച്ചാൽ ആ ഫീലിൽ മബ്നിയുലിൽ മഫൂലെടുക്കപ്പെട്ട ഫീൽ, അതാ മജൂല ഫീല്. ഹക്കുഹു, അതിന് ചേർക്ക അതിൻ്റെ അവകാശം അല്ലെങ്കിൽ അതിൻ്റെ അർഹത അയ്യുസ്നദലിൽ മഫൂൽ ബിഹി ചേർക്കലാണ്. ഔമാ ജറ മജറാഹു, അല്ലെങ്കിൽ മഫൂൽ ബിഹി സ്ഥാനത്ത് നടക്കുന്ന വസ്തുവിലേക്ക് ചേർക്കപ്പെടലാണ്. ഫൈദാ ഹുസ്നദിൽ വൈരിക്കും മുന്നും അതിന് പറ്റുന്ന ചേർത്തിയാൽ അപ്പോൾ ലോരിബ ഒരു മജൂല ഫീൽ, അടി കിട്ടിയതാർക്ക് അതിനെ പിടിച്ച് നൈഫായിലാക്കണ്ടേ. അതിനിപ്പോൾ വേറൊന്ന് കയർത്തിയാലോ ഫായില് പോലെ അടി കിട്ടിയ ആളാണ് ചെയ്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ പൈനെ പിടിച്ചാൽ ലുരിബനെ നൈഫായിലാക്കണ്ടീന്. ഇങ്ങോട്ട് അടിച്ച ആൾ വേറൊന്ന് അതിനെ പിടിച്ച് നൈഫായിലാക്കിയാലോ
ലിഷിബിഹി ബിൽ മുലാബസത്തി നേരത്തെ പറഞ്ഞ മാതിരി ബന്ധമുണ്ടെന്ന വിഷയത്തിൽ ശുഭ ഉണ്ടായതിന് വേണ്ടി കാണ്ട് ഫായിൽ പോലുള്ള ഓയറിലേക്ക് ചേർത്തിയാലും യക്കൂനിൽ ഇസ്നാദ് മജാദൻ ആ ഇസ്നാദ് എന്താവും മജാസാവും. അപ്പോൾ ഫായിൽക്ക് ചേർക്കേണ്ടതിനെ കൊണ്ടുപോയാണ് മഫൂൽക്കോ ലർഫുക്കോ ഒക്കെ ചേർത്തിയാൽ അതും മജാസാകും. മഫൂലിക്ക് ബിക്ക് ചേർക്കേണ്ട മജൂല ബീനെ കൊണ്ടുപോയാണ് ഫായിലേക്കോ മറ്റോ കൊണ്ട് ചേർത്തിയാൽ അതും എന്താവും മജാസാവും. ഇതാ പറഞ്ഞതിൻ്റെ അകത്തുക.